മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഞ്ജലിയിലെത്തിയ സ്റ്റാൻലിയെ അലീന അവിടെ ഒരു ദിവസം താമസിക്കുവാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. മക്കളെ 4 പേരെയും കൂട്ടി ഷോപ്പിങ്ങിന് പോകുന്ന സ്റ്റാൻലി ഹോട്ടലിൽ കയറിയപ്പോൾ ടാനിയുടെ നേർക്ക് ഒരു പയ്യൻ വന്ന് ബഹളമുണ്ടാക്കുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സന്തോഷകരമായ ഈ വൈകുന്നേരം വഷളാവാൻ പോവുകയാണെന്ന് സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കിയത് അലീനയ്ക്ക് മനസ്സിലായി. പക്ഷേ ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയിട്ട് ടാനിയയോട് കയർത്തു സംസാരിച്ച യുവാവിനെ തന്നെ ഇമയനക്കാതെ നോക്കുകയാണ്. അവൻ തിരിച്ചു പോയിരുന്നെങ്കിലെന്ന് അലീന ആഗ്രഹിച്ചു. ടാനി, നീ എണീറ്റ് വാ, 1 മിനിറ്റ്, അവൻ വിളിച്ചു. ടാനിയ ദേഷ്യവും സങ്കടവും ദൈന്യതയും കലർന്ന ഒരു നോട്ടം അവൻ്റെ നേർക്ക് നോക്കി. നിനക്കെന്താ മടിയാ? ഇവരിരിക്കുന്നത് കൊണ്ടാണോ? പോകാൻ പറ, എണീക്ക്. സ്റ്റാൻലിയാണ് എഴുന്നേറ്റത്. എന്താ നിനക്കിവിടെ കാര്യം? സ്റ്റാൻലിയുടെ ഒച്ച ഉയർന്നു. സ്റ്റാൻലി എഴുന്നേറ്റ് നിന്നപ്പോൾ അവനൊന്ന് പതറി. അയാളുടെ വലിപ്പം ഇപ്പോഴാണ് അവൻ ശരിക്ക് കണ്ടത്. ശരി, ഇപ്പം വേണ്ട, നാളെ എന്നെ വന്ന് കണ്ടിട്ടേ കോളേജിൽ പോകാവൂ. അവൻ ടാനിയുടെ നേർക്ക് കൈ ചൂണ്ടി. ഹൂ ആർ യു ബാസ്റ്റേഡ്? സ്റ്റാൻലിയുടെ ശബ്ദം കേട്ട് ഹോട്ടൽ ജീവനക്കാരും മാനേജരും ശ്രദ്ധിച്ചു. മാനേജർ എഴുന്നേറ്റ് ടേബിളിനരികിലേക്ക് വന്നു. എന്താ പ്രശ്നം? അപ്പോഴേക്ക് 2 വെയിറ്റർമാർ കൂടി എത്തി. യുവാവിന് പിന്തിരിയേണ്ടി വന്നു. കൗണ്ടറിനരികെ ചെന്നിട്ട് അവൻ തിരിഞ്ഞു നിന്ന് സ്റ്റാൻലിയെ നോക്കി വെല്ലുവിളിച്ചു. താൻ വലിയ പട്ടാളക്കാരനായിരുന്നെങ്കിൽ അതങ്ങ് കുളത്തൂപ്പുഴ ചെലവാക്കിയാൽ മതി. തന്നെ ഞാൻ കണ്ടോളാം. അത്രയും പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി. സ്റ്റാൻലിയുടെ മുഷ്ടി മുറുകുന്നത് അലീന കണ്ടു. പപ്പ ഇരിക്ക്. അവൾ അയാളുടെ കൈ പിടിച്ച് ഇരുത്തി. ടാനിയ, ആരാണവൻ? സ്റ്റാൻലി ചോദിച്ചു. അവൾ പ്ലേറ്റിനുള്ളിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി വരച്ചുകൊണ്ടിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? പപ്പ ഒന്നും ചോദിക്കണ്ട, അലീന ഇടപെട്ടു. അല്ല, അവൻ ആരാണെന്ന് അറിയണ്ടേ? ഇപ്പം ഇവിടെ വെച്ച് തന്നെ പപ്പയ്ക്ക് അറിയണോ? നമ്മൾ അറിയേണ്ട കാര്യമാണെങ്കിൽ ചോദിക്കാതെ തന്നെ അവൾ പറയും. ഇപ്പോഴല്ല, പിന്നെ എപ്പോഴെങ്കിലും. സ്റ്റാൻലി തൽക്കാലം അടങ്ങി. നിങ്ങളിതൊന്നും കണക്കാക്കണ്ട. നമ്മളിവിടെ ഉല്ലാസമായിട്ട് വന്നതാ. ആ മൂഡ് കളയരുത്, അലീന കുട്ടികളോട് പറഞ്ഞു. ടാനിയുടെ മുഖം മാത്രം തെളിഞ്ഞില്ല. സ്റ്റാൻലിയും അസ്വസ്ഥനായിരുന്നു. ബബിതയ്ക്കുള്ള ഭക്ഷണം പാഴ്സലായി വാങ്ങിയ ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചുപോയി. എൽസമ്മയുടെ മുറിയിൽ വെച്ച് കുട്ടികൾ തങ്ങൾക്ക് വേണ്ടി വാങ്ങിയതെല്ലാം പാക്കറ്റുകൾ അഴിച്ച് പരിശോധിക്കുകയും വസ്ത്രങ്ങളും മറ്റും അണിഞ്ഞും ഭംഗിയും പാകവും നോക്കുകയും ചെയ്തു. അതെല്ലാം അവിടെ വച്ച് തന്നെ വേണമെന്ന് അലീന നിശ്ചയിച്ചു വച്ചിരുന്നു. അവളത് കുട്ടികളോടും പറഞ്ഞിരുന്നു. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുറി. സന്തോഷകരമായ എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് തന്നെ വേണം നടത്താൻ. അപ്രധാനമെന്ന് കരുതിയ ഒരു മുറിയും അവിടെ അവഗണിക്കപ്പെട്ടു കിടന്ന ഒരു രോഗിയും ആ വീടിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുന്നു. എൽസമ്മയുടെ കൺമുന്നിൽ ദൈനംദിന ജീവിതത്തിന്റെ ആഹ്ലാദ തുടിപ്പുകൾ കൊണ്ടുവരികയും ചുറ്റുമുള്ള ജീവസ്പന്ദനങ്ങൾ അവരിലേക്ക് കൂടി സംക്രമിപ്പിക്കുകയും ചെയ്യാൻ അവൾ കണ്ടെത്തിയ എളുപ്പ വഴിയായിരുന്നു അത്. തങ്ങൾക്ക് വേണ്ടി വാങ്ങിയ വസ്ത്രങ്ങൾ മാറി മാറി അണിഞ്ഞ് അവർ മമ്മിയുടെ മുൻപിൽ ചെന്ന് നിന്നു. എൽസമ്മ അതെല്ലാം കണ്ടുകൊണ്ട് കിടന്നു. സ്റ്റാൻലി മാത്രം ആ ഭാഗത്തേക്ക് വന്നതേയില്ല. ബബിത ചെന്ന് വിളിച്ചുവെങ്കിലും അയാൾ ഒട്ടും താല്പര്യം കാണിച്ചില്ല. പുതിയ ഡ്രസ്സിട്ട് നോക്കുമ്പം ഒരു ഭംഗിയുണ്ടാവും, അതൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് ബബിത രഹസ്യമായി അലീനയോട് ചോദിച്ചു. പപ്പയ്ക്കെന്താ ഇവിടുന്ന് പോയപ്പം ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഗൗരവം? ടാനിയുടെ മുഖത്തും തെളിച്ചമില്ലല്ലോ. ഒരു ചെറിയ പ്രശ്നമുണ്ടായി, പിന്നെ പറയാം, അലീന പറഞ്ഞു. രാത്രിയിൽ സ്റ്റാൻലി അലീനയെ വിളിച്ച് ചോദിച്ചു. നീ അവളോട് സംസാരിച്ചോ? ഇല്ല. ചോദിക്കാമെന്ന് പറഞ്ഞിട്ട്? ഞാൻ ചോദിച്ചോളാം പപ്പ. എപ്പോഴാ? പപ്പ, അവൾ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണ്ടേ? ഇതിൽ ഇത്രയ്ക്ക് ഒളിച്ചു കളിക്കാൻ ഒന്നുമില്ലല്ലോ. നീ അവളെ ഇങ്ങോട്ട് വിളിക്ക് പപ്പ, പ്ലീസ്. വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കണം അലീന. അലീന ടോജോയെയും ടെൽസിയെയും എൽസമ്മയുടെ മുറിയിലേക്ക് അയച്ചു. ബബിതയോടും അവിടെ പോയി ഇരുന്നു കൊള്ളാൻ പറഞ്ഞു. ടാനിയ മാറിൽ കൈ കെട്ടിക്കൊണ്ട് സ്റ്റാൻലിയുടെ മുൻപിൽ ചെന്നു നിന്നു. അത് കണ്ടപ്പോഴേ അലീനയ്ക്ക് മനസ്സിലായി അവൾ മനസ്സ് തുറക്കാനോ സ്വന്തം നിലപാടുകളിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറാനോ ഒരുക്കമല്ല. എന്തു വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ വെറുതെ കേൾക്കാം എന്ന ഭാവമായിരുന്നു. ആരായിരുന്നു അവൻ? സ്റ്റാൻലി ചോദിച്ചു. ജെറിച്ചായൻ്റെ ഒരു കൂട്ടുകാരനാ. ജെറിച്ചായനോ? അതാരാ? റീത്താമ്മയുടെ മൂത്ത മകനാ. അവനും നീയും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അവൻ പിന്നെന്തിനാ ഹോട്ടലിൽ വെച്ച് നിന്റെ അടുത്ത് ഷൗട്ട് ചെയ്തത്? എനിക്കറിയത്തില്ല.
അവന്റെ പേരെന്താണ്? ഷാൻ. ടേപ്പ് ചെയ്തു വെച്ച പോലുള്ള മറുപടികൾ. മുഖത്തു നോക്കാതെയാണ് പറയുന്നതും. അവൻ ഹോട്ടലിൽ വെച്ച് മോശമായി പെരുമാറിയപ്പോൾ നീ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല? മര്യാദക്ക് സംസാരിക്കണമെന്ന് നിനക്കവനോട് പറയാമായിരുന്നില്ലേ? അതിനും ഉത്തരമില്ല. ഇന്ന് വൈകുന്നേരം നിന്നെ കാണണമെന്ന് അവൻ പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോൾ പറഞ്ഞു? രാവിലെ. അപ്പോൾ രാവിലെ നിങ്ങൾ തമ്മിൽ കണ്ടു? ആ, റോഡിൽ വെച്ച് കണ്ടു. ഇതുവരെ കണ്ടതൊക്കെ പോട്ടെ, ഇനി മേലിൽ ഇതൊന്നും ആവർത്തിച്ചേക്കരുത്. അവനൊക്കെ മനുഷ്യനാണോടി? സംസ്കാരമില്ലാത്തവൻ, അധമൻ. അവൻ സംസാരിച്ച ഭാഷ കൊള്ളാം. കാൽച്ചുവട്ടിലാണ് ടാനിയയുടെ നോട്ടം. പോയിക്കോ. ടാനിയ തിരിഞ്ഞു നടന്നു. ടാനിയ പോയപ്പോൾ അലീന സ്റ്റാൻലിയുടെ നേർക്ക് തിരിഞ്ഞു. പപ്പയ്ക്കിപ്പോൾ തൃപ്തിയായല്ലോ അല്ലേ? വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, താക്കീത് കൊടുക്കുകയും ചെയ്തു. ഇനി ഒന്നും പേടിക്കാനില്ല, എല്ലാം ഭദ്രം. അലീന ചോദിച്ചു. വിളിച്ച് ചോദിച്ചിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. പപ്പയുടെ കടമ പൂർത്തിയാക്കിയല്ലോ. നീ എന്താ അവളുടെ സൈഡാണോ? എൻ്റെ പപ്പായെ, പപ്പ എന്തിനാ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ? പപ്പയ്ക്ക് അവളിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചോ? പാറ തുരക്കുന്ന യന്ത്രം കൊണ്ടുവന്നാൽ അവളുടെ മനസ്സിലേക്ക് തുറന്നു കയറാൻ പപ്പയ്ക്ക് പറ്റുമോ? നിന്നെക്കൊണ്ട് ഇത്രയും പോലും സാധിച്ചില്ലല്ലോ. സ്റ്റാൻലി അവളോട് ദേഷ്യപ്പെട്ടു. സുല്ല്. അലീന ആ വിഷയം വിട്ടു. പപ്പയ്ക്ക് കിടക്കാനുള്ള മുറി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ കുളത്തൂപ്പുഴയ്ക്ക് പോകുക. നാളെ രാവിലെ ഇങ്ങ് വന്നാൽ മതിയല്ലോ. ഇവിടെ സൗകര്യം പോരാഞ്ഞിട്ടാണോ? പപ്പയുടെ ഭാര്യയും മക്കളും വർഷങ്ങളായിട്ട് താമസിക്കുന്നത് ഈ വീട്ടിലല്ലേ? അവർ പന്നിക്കുട്ടി പോയി കിടന്ന ഞാൻ അവിടെയും ചെന്ന് കിടക്കണോ? പപ്പ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഒരു റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണലിന് യോജിച്ച വിധത്തിൽ ഞാൻ ബെഡ് വിരിച്ചിട്ടുണ്ടല്ലോ. അവളത് പറഞ്ഞ രീതി കേട്ട് അയാളുടെ ദേഷ്യം അലിഞ്ഞു പോവുകയും പകരം ചെറിയ ചിരി വരികയും ചെയ്തു. ഇങ്ങെണീറ്റ് വാ. അവൾ അയാളെ വലിച്ചെണീൽപ്പിച്ച് അയാളുടെ തടിച്ച കൈ തോളത്ത് വെച്ച് ചുമന്നുകൊണ്ടുപോയി. റൂം കാട്ടിക്കൊടുത്തിട്ട് ചോദിച്ചു, ഇതുപോരെ? പുതിയ ജനാലവിരികൾ, പുതിയ കിടക്കവിരിയും തലയണുറകളും ശുചിത്വമുള്ള മുറി. അത് ഭംഗിയായി സജ്ജീകരിച്ചിട്ടുണ്ട്. നീയും ഭവിതിയും എവിടെ കിടക്കും? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉലക്കമേലും കിടക്കാം, അലീന കുസൃതി ചിരിയോടെ പറഞ്ഞു. പപ്പ, രാവിലെ സർവേറെ കൊണ്ടുവരുന്ന കാര്യം മറക്കല്ലേ. മതിലിൻ്റെ പണി നാളെ തുടങ്ങി നാളെ തന്നെ തീർക്കണം. ഒറ്റ ദിവസം കൊണ്ടോ? ആ, ഇല്ലെങ്കിൽ റീത്താമാൻ്റെ സ്റ്റേ കൊണ്ടുവരും. ഇപ്പം റെഡിമെയ്ഡ് മതിൽ കിട്ടുമല്ലോ, കോൺക്രീറ്റ് സ്ലാബ് പോലെയുള്ളത്. അതല്ലെങ്കിൽ റെയിൽവേയുടെ വേലി പോലുള്ളത്. അതുമില്ലെങ്കിൽ മുള്ളുകമ്പി വേലി. ആ, ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ്. കാറിൻ്റെ ഡിക്കിയിൽ കുപ്പിയും ഗ്ലാസും സോഡയും ഇരിപ്പുണ്ടായിരുന്നു. സ്റ്റാൻലി ആ കിറ്റെടുത്ത് മുറിയിലെത്തിച്ച ശേഷം വാതിലടച്ചു. അലീനയും ഭവിതിയും എൽസമ്മയുടെ മുറിയിലെ സോഫ കം ബെഡിലാണ് കിടന്നത്. സത്യം പറഞ്ഞ നീ വന്നത് എനിക്ക് വലിയ ആശ്വാസമായി. ഈ ഡ്യൂട്ടി നമുക്ക് മാറി മാറി ചെയ്യാമല്ലോ, അലീന പറഞ്ഞു. അതല്ല ചേച്ചി, ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്. ഞാൻ ചേച്ചിയുടെ കൂടെ നിന്നോളാമെന്ന്. ഇവിടെ ആകുമ്പം എനിക്കൊന്നും ഓർക്കാൻ സമയമില്ല. ടാനിയയുടെ എന്ത് കാര്യമാ ചേച്ചി പിന്നീട് പറയാമെന്ന് പറഞ്ഞത്? അലീന ശബ്ദം താഴ്ത്തി വൈകുന്നേരം ഹോട്ടലിൽ നടന്ന സംഭവം വിവരിച്ചു. എനിക്കുറപ്പാ അത് ടാനിയയുടെ ലൈന, ഭവിത പറഞ്ഞു. പക്ഷേ പപ്പ ചോദിച്ചപ്പം അവൾ സമ്മതിച്ചില്ല. ചേച്ചിക്ക് ചോദിച്ചൂടായിരുന്നോ? ചോദിക്കണം. അതിനു മുൻപ് അവൾക്ക് തോന്നണം എന്നോടിത് തുറന്നു പറയാമോന്ന്. അത് ശരിയാ, ഭവിത സമ്മതിച്ചു. അടുത്ത ദിവസം സ്റ്റാൻലി സർവേയറെ വിളിച്ചു വരുത്തി. അഞ്ജലിയിലെ പ്രോപ്പർട്ടിയുടെ സ്കെച്ചും പ്ലാനും കൊടുത്തു. അതനുസരിച്ച് സർവേയർ 14.5 സെന്റ് സ്ഥലം അളന്നു തിരിച്ചു. 1/2 സെന്റ് വിറ്റിട്ടാണ് മതിലിന്റെ പണി തുടങ്ങിയത്. മണ്ണിൽ കൈക്കോട്ട് വീണപ്പോൾ റീത്താമ്മ വന്ന് എതിർത്തു. എന്റെ വസ്തുവിൽ മതിൽ കെട്ടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി. മേസ്തിരിമാർ ചരട് കെട്ടിയ ലൈനിൽ തന്നെ നിൽപ്പുറപ്പിച്ചിട്ട് അവർ പറഞ്ഞു, എന്റെ ശവത്തിൽ കൂടിയേ നിങ്ങൾക്ക് മതിൽ കെട്ടാൻ പറ്റൂ. റീത്താമ്മയുടെ ഭർത്താവും മക്കളും കൂടി വന്ന് തടഞ്ഞതോടെ പ്രശ്നം രൂക്ഷമായി. സ്റ്റാൻലി സർവേയർ അളന്നു തിരിച്ച അതിരും പ്രോപ്പർട്ടിയുടെ പ്ലാനും റീത്താമ്മയെ കാണിച്ചു. ഇതാ നോക്ക്, ശരിക്കുള്ള അളവനുസരിച്ച് ഒരടി കൂടി അങ്ങോട്ട് നീക്കിയാണ് മതിൽ കെട്ടേണ്ടത്. പക്ഷേ അത് നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുകയാണ്, സ്റ്റാൻലി പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, ഇതെന്റെ വസ്തുവാണ്. ഇവിടെ മതിൽ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. റീത്താമ്മയുണ്ടാക്കിയ ബഹളം കേട്ട് ചില അയൽക്കാരും വന്നുകൂടി. തർക്കവസ്തുവിൽ മതിൽ കെട്ടുന്നത് ശരിയല്ലെന്ന് അവർ അങ്ങിങ്ങ് മാറി നിന്ന് അഭിപ്രായം പറഞ്ഞു. സ്റ്റാൻലി മതിലിന്റെ പണി തൽക്കാലം നിർത്തിവെച്ചിട്ട് മുള്ളുവേലി ഇടാനുള്ള കമ്പിച്ചുരുളും വേലിക്കല്ലുകളും അതിന്റെ പണിക്കാരെയും ഉച്ചയ്ക്ക് മുൻപ് തന്നെ സ്ഥലത്തെത്തിച്ചു. കുളത്തൂപ്പുഴയിൽ ചെന്ന് ഭീമാകാരന്മാരായ 2 നായ്ക്കളെയും കൊണ്ടുവന്നു. തൊഴിലാളികൾ വേലിക്കല്ലുകൾ കുഴിച്ചിടാൻ ഭാവിച്ചപ്പോൾ
റീത്താമ്മയും മക്കളും ഇടപെട്ടു. സ്റ്റാൻലി കാറിൽ നിന്ന് തന്റെ നായ്ക്കളെ ഇറക്കിക്കൊണ്ട് അതിരിലേക്ക് ചെന്നു. അവയുടെ കഴുത്തിലെ ബെൽറ്റിൽ നിന്നുള്ള ചങ്ങലകൾ തന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. വേലിക്കല്ല് കുഴിച്ചിടുന്നത് തടയാൻ നിന്ന റീത്താമ്മ ഭയന്ന് പിന്നോട്ട് മാറി. മക്കളോടി അവരുടെ വീടിന്റെ സിറ്റൗട്ടിൽ ചെന്ന് കയറി. റീത്താമ്മയെ നോക്കി നായ്ക്കൾ സിംഹത്തെ പോലെ ഗർജിച്ചു. റീത്താമ്മയ്ക്ക് മുള്ളുകമ്പി വലി കെട്ടുന്നതിന്റെ അടുത്തേക്ക് വരാൻ പോലും ധൈര്യമുണ്ടായില്ല. റീത്താമ്മ ഫോണിൽ തന്റെ ആങ്ങളമാരെ വിളിച്ചുവെങ്കിലും ഉടൻ ഓടിയെത്താൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല ആർക്കും. അവർ എത്തിയപ്പോൾ 5:30 മണി കഴിഞ്ഞു. അപ്പോഴേക്കും മുള്ളുകമ്പി വേലിയുടെ പണി മിക്കവാറും പൂർത്തിയായി കഴിഞ്ഞു. ഒരു പൂച്ചയ്ക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത വിധമാണ് മുള്ളുകമ്പി വരിഞ്ഞത്. മുള്ളുകമ്പി വേലിയുടെ അപ്പുറം നിന്നുകൊണ്ട് അച്ഛൻ കുഞ്ഞും സേവിച്ചനും ഏലിയാസും മൈക്കിളുമെല്ലാം സ്റ്റാൻലിയെ കുറെ ചീത്ത വിളിച്ചു. നായ്ക്കളെ ഭയന്നിട്ട് ഇപ്പുറത്തേക്ക് വരാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. റീത്താമ്മയും ആങ്ങളമാരും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. തന്റെ വസ്തുവിൽ ബലമായി അതിക്രമിച്ച് കയറി മതിലും വേലിയും കെട്ടിയെന്നും തടയാൻ ചെന്ന തന്നെ നായ്ക്കളെ വിട്ട് കടിപ്പിക്കാൻ ശ്രമിച്ചുവെന്നുമായിരുന്നു പരാതി. 7 മണിക്ക് പോലീസ് എത്തിയപ്പോൾ പണിക്കാരെല്ലാം ജോലി തീർത്ത് സ്ഥലം വിട്ടിരുന്നു. സ്റ്റാൻലിയും കുടുംബാംഗങ്ങളുമുണ്ട്. സബ് ഇൻസ്പെക്ടർ പരാതിയെപ്പറ്റി അന്വേഷിച്ചു. സ്റ്റാൻലി വസ്തുവിന്റെ പ്രമാണങ്ങൾ SIയെ കാണിച്ചു. വേലി കെട്ടിയ സ്ഥലവും ശരിക്കുള്ള അതിരും കാട്ടിക്കൊടുത്തു. 1/2 സെന്റ് ഭൂമി വിട്ടുകൊടുത്തിട്ടാണ് വേലി കെട്ടിയിരിക്കുന്നത്. അത് അവരുടെ പ്രോപ്പർട്ടിയാണ് തെളിയിച്ചാൽ ആ നിമിഷം വേലി പൊളിച്ചു മാറ്റും. സ്റ്റാൻലി പറഞ്ഞു. നിങ്ങൾ ബന്ധുക്കളല്ലേ? മതിൽ കെട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞും അനുരഞ്ജനമൊക്കെ വേണ്ടേ? സാർ, ഇങ്ങനത്തെ ബന്ധുക്കളെക്കാൾ ഭേദം ശത്രുക്കളാണ്, സ്റ്റാൻലി പറഞ്ഞു. തർക്കവസ്തുവാണെന്ന് പരാതിയുള്ള നിലയ്ക്ക് ഇപ്പോൾ തൽക്കാലം നിർമ്മാണ പ്രവർത്തനം ഒന്നും വേണ്ട, SI മുന്നറിയിപ്പ് നൽകി. ഞങ്ങളുടെ ജോലി കഴിഞ്ഞു സാർ. കേസും കോടതി വക സ്റ്റേയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കണക്കൂട്ടി തന്നെയാണ് മതിലിന്റെ പണി മാറ്റിവെച്ച് മുള്ളുകമ്പി വേലിയുടെ പണി ഒറ്റ ദിവസം കൊണ്ട് തീർത്തത്, സ്റ്റാൻലി പറഞ്ഞു. പോലീസിന് ഇനിയൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. മറുവശത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം ഉണ്ടായേക്കുമെന്ന് സംശയിച്ച് സ്റ്റാൻലി അന്ന് രാത്രി അവിടെ തന്നെ തങ്ങി. മതിലും വേലിയും ഒന്നും വേണ്ടിയിരുന്നില്ല. ടാനിയ ആരോടൊന്നില്ലാതെയാണ് പറഞ്ഞതെങ്കിലും അത് അലീന കേൾക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്, അലീന അവളോട് പറഞ്ഞു. ഞങ്ങളുടെ നന്മ നോക്കാനൊന്നും ആരുമില്ലായിരുന്നല്ലോ ഇത്രയും കാലവും. ഞാനില്ലായിരുന്നു എന്നതാണ് സത്യം. എനിക്കും നിങ്ങൾ ആരാണെന്നോ ശരിക്കും ഞാൻ ആരാണെന്നോ അറിയില്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് പപ്പയാണ്. പപ്പയല്ല മതില് കെട്ടാൻ പ്ലാൻ ഇട്ടത്. ഞാൻ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ പപ്പ ചെയ്തു എന്ന് മാത്രം. ഇവിടെ പപ്പ എന്തൊക്കെ ചെയ്യുന്നോ അതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി ഞാനാണ്. ഇത്രയും കാലം നിങ്ങളെ സംരക്ഷിച്ചിരുന്നവർ നിങ്ങൾക്ക് നന്മയല്ല ചെയ്തിരുന്നതെന്ന് ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് വന്നത്. നിങ്ങളെ എല്ലാ തരത്തിലും പറ്റിക്കുകയായിരുന്നു റീത്താമ്മൻ്റെയും ബന്ധുക്കളും. അവരുടെയും നിങ്ങളുടെയും വീട് കണ്ടാൽ അത് തിരിച്ചറിയാം. അവിടെ നല്ല വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങളും മോടിയും ഭംഗിയും. ഇവിടെയോ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവർ അതെല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണ്ടേ? അതിന് പപ്പ കൊടുക്കണമായിരുന്നോ? റീത്താമ്മൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്യുമോ? അവർക്ക് വീടും കുടുംബവും മക്കളുമില്ലേ? ടാനിയ പറഞ്ഞു. പപ്പ കൊടുത്ത പൈസ കൊണ്ടാണ് റീത്താമ്മൻ്റെ അവരുടെ വീട് മോടി പിടിപ്പിച്ചത്. ഈ വീടിന് വേണ്ടി ചെലവാക്കേണ്ട പണമായിരുന്നു അത്. റീത്താമ്മൻ്റെ പപ്പയുടെ ഓഫീസിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ പണത്തിന്റെ കൃത്യമായ കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. 50,000 രൂപ വരെ വാങ്ങിച്ച മാസങ്ങളുണ്ട്. ചിട്ടികൾ, ഇൻഷുറൻസ് പോളിസികൾ, പെട്രോൾ ബില്ലുകൾ, മെഡിക്കൽ ബില്ലുകൾ, വീട്ടുപകരണങ്ങൾ വാങ്ങിയ ബില്ലുകൾ, റിപ്പയർ നടത്തിയ ബില്ലുകൾ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞ 2 വർഷം കൊണ്ട് 13 ലക്ഷം രൂപ. എന്നിട്ട് ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് ദാരിദ്ര്യം പിടിച്ച ഒരു വീട്ടിലെ അടുക്കളയും മുറികളുമാണ്. എവിടെ ചെലവാക്കി ആ പണം? മമ്മിയുടെ പേരുള്ള ചിട്ടികൾക്കും ഇൻഷുറൻസ് പോളിസികൾക്കും ആരാണ് നോമിനി ആകേണ്ടത്? ഒന്നുകിൽ പപ്പ അല്ലെങ്കിൽ നിങ്ങൾ. പക്ഷേ റീത്താമ്മൻ്റെ പേരാണ് നോമിനിയായി വച്ചിരിക്കുന്നത്. 2 KSFE ചിട്ടികൾ 8 മാസം മുൻപും 2 മാസം മുൻപും അടച്ചു തീർന്നു. ആ പണം എവിടെ പോയി? അവരാണോ നിങ്ങൾക്ക് നന്മ കൊണ്ടുവരുന്നവർ? എൽസമ്മയുടെ മുറിയിൽ വച്ചായിരുന്നു സംഭാഷണം. എൽസമ്മ കേട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ടാനിയയ്ക്ക് എന്തെങ്കിലും മറുപടിയുണ്ടോ എന്നറിയാൻ ടെൽസയും ടോജോയും അവളെ നോക്കിക്കൊണ്ടിരുന്നു. റീത്താമ്മൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നാണോ? ടാനിയ തർക്കിച്ചു. ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് തന്നതിനേക്കാൾ കൂടുതൽ അവരെടുത്തു. ഓരോ തവണ സഹായിക്കുമ്പോഴും അവർ അതിൽ നിന്ന് വലിയ ലാഭം കൈക്കലാക്കി. നിങ്ങളുടെ മമ്മി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ റീത്താമ്മൻ്റെ പപ്പയോട് വാങ്ങിയ പൈസയുടെ 1/4 ഇവിടെ ചെലവാക്കിയോ? ഒരു വാട്ടർ ബെഡ് വാങ്ങിച്ചിടാൻ പറ്റിയില്ലല്ലോ. ഇനി നിങ്ങളുടെ മമ്മി മരിക്കുന്നതാണ് ലാഭമെന്ന് അവർ കണക്കുകൂട്ടി.
ഇങ്ങോട്ടുള്ള സഹായം തടയാൻ വേണ്ടിയല്ല അവിടെ മതിൽ കെട്ടിയത്, അങ്ങോട്ടുള്ള ചൂഷണം നിർത്താൻ വേണ്ടിയാ. ടാനിയ പിന്നൊന്നും മിണ്ടിയില്ല. പിറ്റേന്ന് കുളുത്തൂപ്പഴിക്ക് മടങ്ങാൻ സ്റ്റാൻലി ഭവതിയെ കൂടി വിളിച്ചു. ഞാൻ വരുന്നില്ല പപ്പ, ഞാനിവിടെ ചേച്ചിയുടെ കൂടിയാ നിൽക്കുന്നേ. സ്റ്റാൻലി പോകാൻ നേരം അലീന ചോദിച്ചു, നായ്ക്കളെ കൊണ്ടുപോകണില്ലേ പപ്പ? അവരും ഇവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം, കൂട് 2 വൈകുന്നേരം എത്തിച്ചേക്കാം. സ്റ്റാൻലി അവിടെ നിന്നും പോയി. പട്ടികളെ കൊണ്ടുപോകാതിരുന്നത് ടോജോയ്ക്ക് വലിയ സന്തോഷമായി. അലീനയുടെ കൂട്ടുപിടിച്ച് അവന് അവറ്റകളുമായി ഇണങ്ങണം. ഉച്ച തിരിഞ്ഞപ്പോൾ ഒരു മിനിലോറിയിൽ 2 നായ്ക്കൂടുകൾ വീട്ടുവളപ്പിൽ എത്തിച്ചേർന്നു. ബൈജുവും രാജപ്പനും ഉണ്ടായിരുന്നു കൂടെ. നായ്ക്കൂടുകൾ അതിന് യോജിച്ച സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചു. ബൈജു എല്ലാ ദിവസവും വരണം കേട്ടോ, അലീന ഓർമ്മിപ്പിച്ചു. അതനുസരിച്ച് ബൈജു എല്ലാ ദിവസവും വന്ന് ഹാജർ വച്ചുകൊണ്ടിരുന്നു. നായ്ക്കളെ കുളിപ്പിക്കുകയും നടക്കാൻ കൊണ്ടുപോവുകയും ചെയ്യുന്ന ജോലി അവൻ കൃത്യമായി ചെയ്തു. എന്നും വൈകുന്നേരം ബൈജു അലീനയുടെ കാറുമായി തിരിച്ചു പോകും. രാവിലെ എത്തും. ഇതായിരുന്നു പതിവ്. ഇതിനിടെ ടോജോയുമായി നായ്ക്കൾ ഇണങ്ങി. എൽസമ്മയുടെ ആരോഗ്യത്തിൽ ദിവസം ചെല്ലുന്തോറും പ്രകടമായ മാറ്റങ്ങൾ കാണുന്നുണ്ടായിരുന്നു. മുതുകിലെയും ഇടുപ്പിലെയും വ്രണങ്ങൾ വാടി. പാസീവ് എക്സസൈസിന്റെ ഘട്ടം പിന്നീട് ആക്റ്റീവ് എക്സസൈസിലേക്ക് കടന്നു. തളർന്നുപോയ വശത്തെ കൈകാലുകൾ പതിയെ അനക്കാൻ കഴിയുമെന്നായി. വളരെ ശ്രമിച്ചിട്ടാണെങ്കിലും വിരലുകൾ താനെ മടക്കും. കൈമുട്ട് കിടക്കയിൽ ഊന്നിക്കൊണ്ട് കൈത്തലം അല്പം ഉയർത്തും. പരസഹായമില്ലാതെ കാലും അല്പം മടക്കാമെന്നായി. വായി കോടിയിരുന്നതിന് മാറ്റമുണ്ടായി. കീഴ്ത്താടി ചലിപ്പിക്കാമെന്നായപ്പോൾ അലീന ഡോക്ടറെ വരുത്തി പരിശോധിപ്പിച്ചു. ഇനി വായിലൂടെ കട്ടി കുറഞ്ഞ ആഹാരം കൊടുത്തു തുടങ്ങാമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ആദ്യം ചവയ്ക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ പ്രേരിപ്പിക്കണം. ചവച്ചു തുടങ്ങിയാൽ കട്ടി ആഹാരം കൊടുക്കാം. ഡോക്ടർ എൽസമ്മയെ എഴുന്നേൽപ്പിച്ചിരുത്തി. ആരും പിടിക്കാതെ ഏതാനും സെക്കൻഡുകൾ എൽസമ്മ ഇരുന്നു. പരിശോധനയെല്ലാം കഴിഞ്ഞ് ഡോക്ടർ അലീനയോട് പറഞ്ഞു, വലിയ മാറ്റമാണിത് കേട്ടോ, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചതല്ല. ഇറ്റ്സ് റിയലി എ മിറാക്കിൾ. കൺഗ്രാറ്റുലേഷൻസ്. മരിച്ചുകൊണ്ടിരുന്ന ഒരാളെ തിരിച്ചു പിടിച്ച് നിന്നെ അഭിനന്ദിച്ചില്ലെങ്കിൽ അതെൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ട് എനിക്ക് തന്നെ തോന്നിയാലോ? ഡോക്ടർ ചിരിയോടെ അലീനയോട് പറഞ്ഞു. അഭിനന്ദനം എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ ഡോക്ടർ, ഞങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടെയാ ഇതിനു വേണ്ടി ശ്രമിച്ചത്. അലീനയും പുഞ്ചിരിയോടെ പറഞ്ഞു. വെരി ഗുഡ്. അഭിനന്ദനം നിങ്ങൾ എല്ലാവരും ചേർന്ന് പങ്കിട്ടെടുത്തോളൂ. ഡോക്ടർ സ്വന്തം തമാശ ആസ്വദിച്ച് ചിരിച്ചു. വലിയ കഷ്ണം അലീന ചേച്ചി എടുത്തോട്ടെ, ഞങ്ങൾക്കൊക്കെ ചെറിയ പീസ് മതി. ബബിത പറഞ്ഞത് കേട്ട് ടാനിയയും ടോജോയും ടെൽസയും പോലും ചിരിച്ചു. സംസാരിക്കുമ്പോൾ നാക്ക് തിരിയാത്തത് ശരിയാകുമോ ഡോക്ടർ? അലീന ചോദിച്ചു. എല്ലാം ശരിയായിക്കോളും. വായിൽ വച്ച് ഭക്ഷണം ചവച്ചു തുടങ്ങുമ്പോൾ ആദ്യം നാക്ക് കടിക്കാതെ സൂക്ഷിക്കണം. കീഴ്ത്താടി ശരിക്ക് ചലിച്ചു തുടങ്ങിയാൽ നാവിനും ക്രമേണ ബലം കിട്ടും. അതിനുശേഷം ഡോക്ടർ അവിടെ നിന്നും പോയി. ബൈജുവാണ് കാറുമായി ചെന്ന് ഡോക്ടറെ കൂട്ടിക്കൊണ്ടു വന്നതും തിരികെ കൊണ്ടുപോയി വിട്ടതും. അന്ന് രാത്രി ടോജോയും ടെൽസയും ഉറങ്ങിക്കഴിഞ്ഞ് ബബിതയെ എൽസമ്മയുടെ അടുക്കൽ ഇരുത്തിയിട്ട് അലീന ടാനിയെയും കൂട്ടി ഗസ്റ്റ് റൂമിൽ കയറി. അലീന വാതിലടയ്ക്കുന്നത് സംശയത്തോടെ നോക്കി നിന്ന ടാനിയോട് അവൾ പറഞ്ഞു, നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? വാ, ഈ കട്ടിലോട്ടിരിക്ക്. അലീന അവളെ പിടിച്ച് കട്ടിലിരുത്തി. നമുക്ക് 2 പേർക്കുമിടയിൽ ഭംഗി വാക്കുകളും മുഖപുരിയും ഒന്നും വേണ്ട. ഞാൻ നിന്റെ ചേച്ചിയാണ്. നിനക്ക് നന്മ വരുന്നതിൽ സന്തോഷിക്കുന്നവളാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ്. അത്രയെങ്കിലും നീ മനസ്സിലാക്കണം. ടാനിയ മാറിൽ കൈകെട്ടി. നീ നിന്റെ പരിചയം എടുത്ത് എൻ്റെ നേരെ പിടിക്കണ്ട. കൈ താഴ്ത്തിയിട്. അലീന തന്നെ പിടിച്ച് അവളുടെ കൈ 2 താഴ്ത്തി. ആരാണ് ഷാൻ? ജെറിച്ചാൻ്റെ കൂട്ടുകാരൻ. നിന്റെ ആരാണെന്നാ എൻ്റെ ചോദ്യം. എൻ്റെ ആരുമല്ല. നിനക്ക് അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല. എന്നാൽ ഞാൻ പറയാം. അഞ്ചൽ ടൗണിലെ ഒരു ട്രേഡ് യൂണിയനിലെ അംഗമാണ് അവൻ്റെ അച്ഛൻ ഭാർഗവൻ. ഭാര്യയെ ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കേസിൽ 7 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഭരണകക്ഷിയിലെ ഒരു പ്രാദേശിക നേതാവിൻ്റെ ബന്ധുവാണ്. മൂക്കറ്റം കള്ളു കുടിക്കും. സകല ചട്ടമ്പിത്തരും കാണിക്കും. ഈ പ്രായത്തിലും ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീയുമായി മോശമായ ബന്ധമുണ്ട്. ഇതവൻ്റെ അച്ഛൻ്റെ ചരിത്രം. ഇനി മകൻ്റേതു പറയാം. ടാനിയ അന്താളിച്ചിരിക്കുകയാണ്. ഷാൻ. രതീഷ് എന്നായിരുന്നു സ്കൂളിലെ പേര്. അച്ഛൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം മകനും കിട്ടിയിട്ടുണ്ട്. ടൗണിലെ വാലടുത്ത് ഒരു പാൻ ഷോപ്പുണ്ട്. ഒറ്റ നമ്പർ ലോട്ടറിയുടെ കച്ചവടത്തിന് പുറമെ ഇടയ്ക്കിടെ മാഹിന്ന് മദ്യം കൊണ്ടുവന്ന് വിൽപ്പന നടത്തും. എല്ലാ 1-ാം തീയതിയും ബിവറേജിൻ്റെ കടകളെല്ലാം അടച്ചിടുമ്പം അവൻ്റെ കടയിൽ ഇഷ്ടം പോലെ സാധനം കിട്ടും.
മാഹി വേണമെങ്കിൽ അത്, മിലിട്ടറി വേണമെങ്കിൽ അത്. നാടൻ വേണ്ടവർക്ക് അതും കിട്ടും. അത്യാവശ്യക്കാർക്ക് കഞ്ചാവും. അവന്റെ ആദ്യത്തെ പ്രേമം അലസിപ്പോയി. കൊട്ടാരക്കരക്കാരിയായിരുന്ന ഒരു നഴ്സ്. അവളെ അവളുടെ വീട്ടുകാർ ഡൽഹിക്ക് കടത്തി. രണ്ടാമത്തെ പെണ്ണ് തൂങ്ങി മരിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഗർഭിണിയായിരുന്നെന്ന് തെളിഞ്ഞു. മൂന്നാമത്തെ ഇരയാണു നീ. ഇടയ്ക്കിടയ്ക്ക് അവന്റെ കടയിൽ ചെന്ന് അവനെ നീ കാണാറുണ്ട്. നിങ്ങൾ ഒന്നിച്ച് ശംഖുമുഖം ബീച്ചിലും വർക്കല ബീച്ചിലും പോയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ മാത്രം തീർച്ച പോരാ. കല്യാണം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ തമ്മിൽ? ഏതെങ്കിലും രജിസ്ട്രാർ ഓഫീസിൽ വെച്ച്? ടാനിയ ഇരുന്നിടത്തിരുന്ന് ഉരുകി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.